ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഫ്രോസ്റ്റിങ്ങാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഫ്രോസ്റ്റിങ്ങിന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും കമൻറ്റ് ചെയ്യുന്നൊരു സബ്സ്ക്രൈബറാണ് മായ ജയൻ. അപ്പോൾ മായയ്ക്ക് എൻ്റെ സ്പെഷ്യലായിട്ടൊരു ഹായ് ഉണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പാലാണ് ആദ്യം തന്നെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 240 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് അത്യാവശ്യം ഒരു കേക്ക് നന്നായിട്ട് തന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1/2 കപ്പിൽ കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ നിങ്ങൾ എടുക്കുന്നത് ഒത്തിരി കളറില്ലാത്ത, ഡാർക്ക് അല്ലാത്ത കൊക്കോ പൗഡർ ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്രീം നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം വേണമെങ്കിൽ മൈദ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, പക്ഷേ കോൺഫ്ലോർ ആണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ ഈ ഒരു ക്രീം ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ ചേർത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, സ്കിപ്പ് ചെയ്യാവോ എന്നൊക്കെ. ബട്ടർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ബട്ടർ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫ്രോസ്റ്റിങ്ങിന് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ ബട്ടർ ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓണാക്കുന്നത്. ആ കട്ടകളൊക്കെ നന്നായിട്ട് മാറ്റിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. അപ്പോൾ കട്ടകളൊക്കെ മാറ്റിയ ശേഷം ഫ്ലെയിം ഓണാക്കിയിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം നല്ല തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊക്കെ തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിന് കുറച്ചുകൂടെ നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത്രയും തന്നെ മതി നമുക്ക് ഈ ഒരു ക്രീമിന്. നല്ല കളറ് അതുപോലെ തന്നെ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ മാത്രം കോഫി പൗഡറും ഡാർക്ക് ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ക്രീം നന്നായിട്ട് തിളച്ച് നല്ല തിക്കായിട്ട് വരണം. അപ്പോൾ ഈ ഒരു തിക്നെസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫ്ലേവർ. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഒത്തിരി തണുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കട്ടയായിട്ടുള്ളൊരു ക്രീം ആയിരിക്കും. നമുക്ക് കേക്കിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാവുന്ന ഒരു പരുവത്തിലായിരിക്കും നമുക്ക് ക്രീം കിട്ടുക. ഞാൻ കുറച്ച് നല്ല തണുത്തതിന് ശേഷം ഈ ഒരു ക്രീം കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അത് അതുപോലെ ഉണ്ടാവുക. നമുക്ക് കേക്കിലൊക്കെ ശരിക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു രീതിയിലാണ് കിട്ടുക. ഇപ്പം ഞാൻ അധികം തണുപ്പിക്കാതെയാണ് ഞാനിപ്പോൾ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരുപാട് തണുപ്പിക്കാതെയാണ് ഈ ഒരു ക്രീം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ളത്, ഇത്രയും ചൂടോടുകൂടി ഒഴിക്കണം എന്നില്ല കേട്ടോ. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒഴിച്ചതാണ്. അപ്പോൾ കുറച്ചൊന്ന് ഇരുന്നിട്ട് ഒഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നമുക്കിതുപോലെ കേക്കിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കത് ലെവൽ ചെയ്തൊക്കെ കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ നമുക്കിതുപോലൊരു കേക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോസ്റ്റിംഗ് ആണിത്. പിന്നെ ഈ ഒരു ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗിലൊന്നും ചെയ്യാൻ പറ്റില്ല, അത്ര സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടില്ല ക്രീം. പക്ഷേ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതാകുമ്പോൾ നമുക്ക് ക്രീമും ഒരുപാട് ബട്ടറും കാര്യങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നല്ലൊരു റെസിപ്പി ആയിട്ട്. താങ്ക്